എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നതാണ്. അപ്പം ചൊവ്വ നിന്നാൽ സുബ്രഹ്മണ്യന് ചുവന്ന പൊട്ട് സമർപ്പിക്കുക, ഹനുമത് ക്ഷേത്രത്തിൽ അവൽ നിവേദ്യം, വെറ്റിലമാല ചാർത്തൽ ഇവ നടത്തുക, രാമായണത്തിലെ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നതും ഫലമാണ്. ബുധനായാൽ ഗുരുവായൂരപ്പനോ ശ്രീകൃഷ്ണനോ പച്ചപ്പട്ട് ചാർത്തുക, ലക്ഷ്മീനാരായണ പൂജ നടത്തുക, രാജഗോപാല യന്ത്രം ധരിക്കുക. വ്യാഴമായാൽ മഹാവിഷ്ണുവിന് മഞ്ഞപ്പെട്ട് ചാർത്തുക, ലക്ഷ്മീനാരായണ പൂജ നടത്തുക, പ്രസ്തുത സ്തോത്രം ജപിക്കുക, മഞ്ഞ പുഷ്യരാഗം ധരിക്കുക, സാളഗ്രാമം വീട്ടിൽ വെച്ച് ശുദ്ധിയോടെ സൂക്ഷിച്ച് പാലഭിഷേകം ചെയ്യുക, തിരുപ്പതി വെങ്കടാചലപതിയെ പൂജിക്കുക. ശുക്രനായാൽ ജന്മനക്ഷത്രം തോറും മഹാലക്ഷ്മി പൂജ, വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന, ലക്ഷ്മി കവചം, ശ്രീസൂക്തം, ലക്ഷ്മി മന്ത്രം ജപം, അന്നപൂർണേശ്വരി ഭജനം, ജന്മനക്ഷത്രം തോറും അന്നദാനം, വജ്രധാരണം, ലക്ഷ്മി ദേവിക്ക് വെളുത്ത പട്ട് സമർപ്പണം. ശനിയായാൽ ഇന്ദ്രനീല ധാരണം, വീട്ടിൽ നീലത്താമര ശുദ്ധിയോടെ വളർത്തുക, ശാസ്താവിന് നീലപ്പട്ട് സമർപ്പിക്കുക, ഏകമുഖ രുദ്രാക്ഷമൊക്കെ ധരിക്കാം, നീലപ്പൂവ് കൊണ്ട് ശനീശ്വരന് അർച്ചന ചെയ്യുക, മൃത്യുഞ്ജയ ഹോമത്തിൽ കൂവള, ചമത, പേരാൽ ചമത എന്നിവ ഹോമിക്കുക. രാഹു ആയാൽ സർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കുക, നാഗയക്ഷിക്ക് പട്ടി ചാർത്തുക, നാഗപഞ്ചമി ദിവസം ചിങ്ങത്തിലെ ശുക്ലപക്ഷത്തിലെ ദിവസം സർപ്പങ്ങൾക്ക് പാലഭിഷേകം മൂറും പാലും ചെയ്യുക. കേതു നിന്നാൽ ലക്ഷ്മി വിനായക മന്ത്രം ഉപയോഗിച്ച് ജന്മനാൾ തോറും ഗണപതി ഹോമം നടത്തണം. കൂവള കറുക കൂമ്പ് 3 എണ്ണം വീതം കെട്ടി ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കുക. ഇതൊക്കെ നല്ല ഫലങ്ങളാണ്. അപ്പോൾ ഇതാണ് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങളും ഓരോ ഗ്രഹങ്ങൾ 2-ലും 11-ലും ഒക്കെ നിന്നാൽ നമ്മൾ ചെയ്യേണ്ട പരിഹാര ക്രിയകളാണിത് ഇവിടെ പറഞ്ഞത്. ഹരി ഓം ഹരി ഓം ഹരി ഓം.